കുറച്ച് ദിവസം മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. റോയൽ എൻഫീൽഡ് ഹിമാലയൻ 450 ടെസ്റ്റ് റൈഡ് ചെയ്യാൻ പോയിട്ട് ഒരാളുടെ അഭിപ്രായം പോലത്തെയുള്ള ചെറിയൊരു വീഡിയോ. സോ ആ ഒരു വീഡിയോയിൽ എന്താ ഉദ്ദേശിച്ചതെന്നുള്ള കാര്യം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് പറയാനായിട്ടുള്ളത് ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അതിന്റെ ഡിസൈൻ സ്ട്രക്ചർ തന്നെയാണ്. പഴയ റോയൽ എൻഫീൽഡ് ഹിമാലയൻ 411 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 450 ഡിസൈൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ അല്ല. പല പോർഷൻസും, പ്രത്യേകിച്ച് കോക്പിറ്റിൽ നോക്കുന്ന വ്യൂ, സൈഡിൽ നിന്നുള്ള വ്യൂ, അല്ലെങ്കിൽ അതിന്റെ പലതരത്തിലുള്ള ഡിസൈൻ ക്യാരക്ടർ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നെ പോലെ തന്നെ പലരും ആ ഒരു ഡിസൈൻ ഇഷ്ടപ്പെടാത്തവരുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. സോ അതാണ് ഞാൻ മെയിൻ ആയിട്ട് ആ ഒരു വീഡിയോ ഉദ്ദേശിച്ച കാര്യം. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ പെർഫോമൻസിനെ കുറിച്ചാണ്. പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഷോർട്ട് സ്ട്രോക്ക് ആയിട്ടുള്ള എഞ്ചിനാണ്. അതുപോലെ തന്നെ അവർ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. സോ അതിൻ്റെതായിട്ടുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ എഞ്ചിനിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ റിലയബിലിറ്റിയുടെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഓക്കെ എന്ന് പറയാനായിട്ടുള്ള ഒരു ടൈം ആയിട്ടില്ല. കുറച്ചും കൂടി മോടട്ടെ എന്നിട്ട് പറയാം. ഇനി അടുത്തൊരു കാര്യം, നമുക്കറിയാം ഈ ഒരു എഞ്ചിൻ മാത്രമല്ല പുതിയത്. UST Fox എന്ന് പറയുന്നത് ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിൽ ഇവർ ഏറ്റവും ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ പല കാര്യങ്ങളും ഒരു ബ്രാൻഡ് ന്യൂ അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് എന്ന് പറയുന്ന രീതിയിൽ റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിൾ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ഒരു ഫൺ രീതിയിൽ ക്രിയേറ്റ് ചെയ്തത്. മെയിൻ ആ ഒരു ഡിസൈനിന്റെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വിഷമമായിട്ടുള്ളത്. കാരണം പഴയ 411 ഡിസൈൻ എന്ന് പറയുന്ന ഒരു റഗഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു ഡിസൈൻ ആയിരുന്നു. ഇത് കുറച്ചുകൂടി സ്ലിം ആൻഡ് സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ക്യാരക്ടർ ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എത്ര പേര് യോജിക്കുന്നുണ്ട്? 450 ആണോ 411 ആണോ? നിങ്ങൾക്ക് ഡിസൈൻ വൈസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ചാ